എന്തുകൊണ്ടാണ് ഇത്ര പൈസ കുറച്ച് നിങ്ങൾ കൊടുക്കുന്നത്, ഇത് ജെനുവിൻ അല്ലേ, ഒട്ടും വയ്യ, മെന്റലി ആൻഡ് ഫിസിക്കലി ഒട്ടും വയ്യാത്തൊരവസ്ഥയിലെത്തിയിരുന്നു. അങ്ങനെയാണ് മൈൻഡ് വൈബ് എന്നുള്ളതിൻ്റെ ഒരു ആശയം നമ്മുടെ മൈൻഡിൽ വരുന്നത്. ഹലോ എവ്രി വൺ, ഐ എം ഷെയ്സ ഹിയർ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് മാത്രമല്ല, മൈൻഡ് വൈബ് എന്നെൻ്റെ സ്വപ്നത്തിൻ്റെ ആദ്യപടി ചവിട്ടിക്കൊണ്ടാണ്. എന്താണ് മൈൻഡ് വൈബ് എന്ന് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു. അത് ഇന്നതാണെന്ന് എക്സാക്ട്ലി നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു അംബ്രല്ല ടേമാണ്. അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. എഡ്യൂക്കേഷൻ, സപ്പോർട്ട് ഗ്രൂപ്പ്സ്, കൗൺസിലിംഗ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് എന്നുള്ളതാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് ഇത്ര പൈസ കുറച്ച് നിങ്ങൾ കൊടുക്കുന്നത്, ഇത് ജെനുവിൻ അല്ലേ, ഇതിലെന്തെങ്കിലും ക്വാളിറ്റിയിൽ കുറവുണ്ടോ എന്നുള്ളതൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഫേസ് ചെയ്തതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത്. മൈൻഡ് വൈബ് തുടങ്ങുന്നത് ആക്ച്വലി ഞാനൊരു ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ആ ഒരു തോട്ട് എൻ്റെ മൈൻഡിൽ വരുന്നത്. ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്താണ് ഉമ്മാക്ക് വയ്യാണ്ടാകുന്നതും. ആ ഒരു സമയത്ത് എനിക്ക് പ്രോപ്പറായിട്ട് ക്ലാസ്സിൽ പോകാനോ അല്ലെങ്കിൽ എനിക്ക് ആ ഡിഗ്രി ഫൈനൽ ഇയർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇയറാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് നോട്ട്സ് കൃത്യമായിട്ട് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ടീച്ചേഴ്സിനോട് ഹെൽപ്പ് ചോദിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എല്ലാം ഓൺലൈൻ ആയിരുന്നു, പക്ഷെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് എല്ലാം ഓൺലൈനായിട്ട് ചെയ്തുകൂടാ എന്ന്, പ്രോപ്പറായിട്ട് ഒന്ന് നമുക്ക് ചെയ്തുകൂടാ എന്നുള്ളത് ഞാൻ ചിന്തിച്ച് തുടങ്ങിയപ്പോഴാണ് അവിടുന്ന് മൈൻഡ് വൈബിൻ്റെ ഫസ്റ്റ് ഒരു മോട്ടിവേഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ ഞാൻ ആ ഇയറിൽ തന്നെ എൻ്റെ ക്ലാസ്മേറ്റ്സിന് ഞാൻ കുറച്ച് നോട്ട്സ് ഒക്കെ എത്തിച്ചു കൊടുത്തു. അവർക്ക് ഓൺലൈനായിട്ട് ക്ലാസ് എടുത്തു കൊടുത്തു. അങ്ങനെയാണ് ആക്ച്വലി ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് ഞാൻ സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നത്. ആൻഡ് ലേറ്റർ ആ ഒരു പീരിയഡിൽ തന്നെ ഉമ്മ വയ്യാണ്ട് കിടക്കുമ്പം, സോ ആക്ച്വലി ഉമ്മക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ടാർഗറ്റ് കീമോ ആയിരുന്നു. അപ്പോൾ ഉമ്മ ഒരു ആദ്യത്തെ 2 ദിവസമൊക്കെ കഴിഞ്ഞ് ഒരു 3-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ആളിങ്ങനെ ക്ഷീണിച്ച് ഒരു 4-5 ഒക്കെ ആകുമ്പോൾ ഉമ്മാക്ക് ഒട്ടും വയ്യ, മെന്റലി ആൻഡ് ഫിസിക്കലി ഒട്ടും വയ്യാത്തൊരവസ്ഥയിലെത്തിയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് മെന്റലി കുറച്ചെങ്കിലും ഇതറിയാവുന്നത് കൊണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റി. എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉമ്മാക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞ് ഉമ്മാക്കത് പറഞ്ഞു കൊടുക്കാനും. ഇപ്പോൾ ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഭയങ്കര പേടിയോടെ കാണുന്ന ഒരു സാധനത്തിന് ഉമ്മാൻ്റെ കൂടെ നിന്ന് ഇതൊന്നും അല്ല എന്നുള്ള രീതിയിൽ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ എനിക്ക് പറ്റിയത് ഞാൻ ഈ സൈക്കോളജി എടുത്തത് കൊണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഹെൽപ്പ് ഒരുപാട് ആൾക്കാർക്ക് ആവശ്യമുള്ളതാണ്. അങ്ങനെയാണ് മൈൻഡ് വൈബ് എന്നുള്ളതിൻ്റെ ഒരു ആശയം നമ്മുടെ മൈൻഡിൽ വരുന്നത്. പിന്നീട് ഞാനൊരു PG കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ബ്രേക്ക് വന്നു. ശേഷം ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് ഞാൻ പഠിച്ചത്. പക്ഷെ അവിടെ ആണെങ്കിലും ഒരുപോലെ ആൾക്കാർക്ക് കൗൺസിലിംഗ് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ആ സമയത്ത് എക്സ്പീരിയൻസ് ഇല്ലാതെ എങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുക എന്നുള്ളൊരു പേടിയായിരുന്നു പിന്നെ എന്നെ അലട്ടിക്കൊണ്ടിരുന്നത്. പലയിടത്തും ഇൻറ്റേൺഷിപ്പിന് പോയി, പലയിടത്തും ജോബിന് പോയി. അവിടെയൊക്കെ കുറേ അൺഎത്തിക്കൽ പ്രാക്ടീസസ് കണ്ടു, പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാത്തതായിട്ട് കണ്ടു. നമ്മൾ ഇത് അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ ഇതിൽ നിന്ന് പിന്മാറുന്നത് കണ്ടു. അപ്പോൾ അങ്ങനെ ഇരിക്കെ കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ ഹസ്ബൻഡാണ് എന്നോട് ചോദിച്ചത്, എന്തുകൊണ്ട് ഷെയ്സ നിനക്കിത് ഒറ്റയ്ക്ക് തുടങ്ങിക്കൂടാ? അങ്ങനെയാണ് ആക്ച്വലി മൈൻഡ് വൈബ് ഉണ്ടായി വരുന്നത്. സോ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അഫോർഡബിളായിട്ട് എല്ലാവർക്കും ഏത് സമയത്തും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ ഇടയിൽ ഒരാളായിട്ട് മൈൻഡ് വൈബിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി പേയ്മെൻറ്റ് കുറച്ച് ചെയ്യുന്നതും. ഇത് ഇത്രയല്ലേ ആവുള്ളൂ എന്നുള്ളതല്ല. ആ ഒരു പൈസയ്ക്ക് നിങ്ങൾക്കത് ചെയ്തു തരാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളെ ഗ്രൂപ്പ് ചെയ്ത് ഈ ഒരു മൈൻഡ് വൈബിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് സൈക്കോളജിക്കൽ ഫീൽഡിൽ കോമ്പറ്റീറ്റീവ് എക്സാംസ് വരുമ്പോൾ അവർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയുണ്ട്. പിന്നെ വരുന്നതാണ് നമ്മുടെ സപ്പോർട്ട് ഗ്രൂപ്പ്സ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത്രയാണ് മൈൻഡ് വൈബ്. ആൻഡ് ഐ ഹോപ്പ് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടായിരിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച്.